സ്മൃതി, ഏറ്റവും ഒടുവിൽ പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അന്ന് SHO ആയിരുന്ന, ഇപ്പോൾ കടവന്ത്രയിലെ CA ആയി ജോലി ചെയ്യുന്ന രതീഷിനെതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം മറുപടി നൽകണം. നേരത്തെ കുന്നംകുളത്തെ പോലീസുകാരെയാണെങ്കിൽ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ആലപ്പുഴയിലെ DYSP മധുബാബു അടക്കം സർവീസിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയാം ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ എവിടെ നിന്ന് നടപടി തുടങ്ങണം, അല്ലെങ്കിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇനിയും പരാതി വരുമല്ലോ, ഇനിയും ദൃശ്യങ്ങൾ വരുമല്ലോ എന്നുള്ള ആശങ്കയായിരിക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഒരു വാചകം ഞാൻ വായിക്കാം. എനിക്ക് ചിലത് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറയാതിരിക്കുകയാണ് ഞാൻ. അതെവിടെ പറഞ്ഞതാണ്? പാലക്കാട് ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം നടത്തിയ വ്യവസായ സമ്മിറ്റിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? പരിപാടിക്ക് ആളില്ല. പരിപാടിക്ക് ആളെത്താത്തത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രോഷമാണ് ഈ വാചകമായി വരുന്നത്. അപ്പോൾ ഇത്രയും വിപുലമായൊരു പരിപാടി ആ ഗൗരവത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ രോഷം അദ്ദേഹം ആത്മനിയന്ത്രണത്തിലൂടെ അങ്ങോട്ട് പിടിച്ചു വെക്കുകയാണ് ആ രോഷം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. ഇത്രയും ദിവസമായി, ഇന്നേക്ക് 6-ാം ദിവസമാണ്, 2-ാം തീയതിയാണ് ഈ പറഞ്ഞ സുജിത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കേരളം കാണുന്നത്. അതിനു മുൻപ് തന്നെ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സുജിത്തിൻ്റെ സമരം, നിയമ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മൾ കാണുന്നത് 2-ാം തീയതിയാണ്. ആ ദൃശ്യം വന്ന് ഇന്നേക്ക് 6-ാം ദിവസമാവുകയാണ്. ഈ നിമിഷം വരെ ആഭ്യന്തരമന്ത്രി കേരളത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇവിടെ പ്രതിപക്ഷം തെരുവിലാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് എല്ലായിടത്തും സമരങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആക്രമിച്ച പോലീസുകാരുടെ വീടുകളിലേക്ക് സമരം നടത്തുന്നുണ്ട്. സുജിത്തിനെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി കണ്ട് അവിടെ പ്രതികരിക്കുന്നുണ്ട്. BJP സുരേഷ് ഗോപി പറയുന്നു ഇവിടെ കേരളത്തിൽ അടിയന്തരാവസ്ഥയാണെന്ന്. ഇത്രയുമൊക്കെ പ്രതികരണങ്ങൾ ഇവിടെ വരുമ്പോൾ ന്യായീകരണം ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് നടത്തേണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രയോറിറ്റി എന്താണ്, ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് കാണിക്കുന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ നടപടി ഉണ്ടായേക്കും എന്നുള്ള പ്രതികരണം നൽകിയത് മന്ത്രി ശിവൻകുട്ടിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ അതേ മന്ത്രി ഇന്നലെ എന്തൊക്കെയോ ആണ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ എന്താണ്, മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചെയ്യിക്കുന്നല്ലോ ഒന്നോ അങ്ങനെ എന്തോ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇന്നായപ്പോഴേക്കും നടപടി ഉണ്ടാകും, തക്ക ശിക്ഷ ഉണ്ടാകും എന്നുള്ള പ്രതികരണം വരുന്നു. പക്ഷേ എവിടെ നിന്ന് ശിക്ഷ തുടങ്ങും? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരാതി ഉയർന്നിട്ട് പരാതിയിൽ അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകി. അതായത് ഈ പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടും 13 വർഷങ്ങൾക്കിപ്പുറവും DYSP സ്ഥാനത്തിരിക്കുന്ന മധുവിനെയാണ്, എന്താ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? മധുബാബുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പറഞ്ഞാൽ മറ്റേ രതീഷിന്റെ കാര്യത്തിലാണെങ്കിൽ രതീഷ് ഇപ്പോൾ SP സ്ഥാനത്താണ് ഇരിക്കുന്നത്. രതീഷിന്റെ കാര്യത്തിൽ CA അല്ലേ? CAയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. രതീഷിന്റെ കാര്യത്തിൽ രതീഷ് ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. രതീഷ് പറയുന്നത് അന്ന് തന്നെ എനിക്ക് ശിക്ഷ കിട്ടിയതാണല്ലോ, ഇപ്പോൾ ഈ ചർച്ച വരുന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് അത്രേ. എന്താണ് ശിക്ഷ? തൃശ്ശൂർ തന്നെ മറ്റു സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടുകയാണ് ശിക്ഷ. അപ്പോൾ ഇത് ആരെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്? ജനങ്ങളെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതിനെ ഇത്ര ഗൗരവത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടും, ജനങ്ങളെ ബാധിക്കുന്ന ഇത്രയും ഗൗരവത്തിലുള്ള വിഷയം വന്നിട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ജനങ്ങളെ അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ, ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേറെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് മതി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി 1 വർഷം കൂടിയേ ഉള്ളൂ. ഈ 1 വർഷത്തിനിടയ്ക്ക് ഞങ്ങളിതാ വികസനം കൊണ്ട് ഈ കേരളത്തെ അങ്ങനെ പൂങ്കാവനമാക്കിയെന്നും, ഇങ്ങനെ വനിതാ മതിൽ നിന്ന് ഞങ്ങളിതാ അയ്യപ്പ സംഗമത്തിലേക്ക് പോകുമ്പോൾ ഇതാ മുഴുവൻ സമുദായ നേതാക്കളും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആ ആത്മവിശ്വാസം കയ്യിൽ വെച്ചാൽ മതി. ആ ആത്മവിശ്വാസത്തിൽ ജയിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്ന സർക്കാരായിരിക്കണം. ഇവിടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുകൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ, അവിടെ എക്യുപ്മെന്റ്സ് കിട്ടാത്ത രീതിയിൽ, അവിടെ കടം വന്ന് മുടിഞ്ഞ് അവിടെ ഓപ്പറേഷനുകൾ നടക്കാത്ത കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കേൾക്കുന്നു. വേറെയും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കേൾക്കുന്നു. പലയിടത്തായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഞങ്ങളിതാ വികസനം കൊണ്ട് വന്നു, പൂമത്തെ പോലുള്ള റോഡ് ഇതാ നടക്കുന്നു, റോഡിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ പൂമത്തിലൂടെയല്ല പോകുന്നത്, നമ്മൾ റോഡിൽ നടക്കുമ്പോൾ കാണുന്നതാണ്. ഇവിടെ സർക്കാർ എല്ലാ തരത്തിലും വികസനമാണ് നടപ്പാക്കുന്നതെന്നും എല്ലാ സമുദായ നേതാക്കളും ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഇനിയും ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ നിൽക്കുകയുള്ളൂ. ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അവിഹിത കഥയിൽ ഇനിയും ജയിച്ചു കയറാമെന്നുള്ളതാണ് വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു വിഷയം എടുത്തിട്ട് അതല്ല ജനങ്ങൾ ഇവിടെ വിലയിരുത്തുക. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് ഇത്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ തന്നെയാണ് ഇവിടെ ജനമൈത്രി പോലീസ് എന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് പേരിട്ടത്. അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നുള്ള
നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇന്ന് എൻ്റെ ചർച്ചയിൽ CR നീലകണ്ഠൻ പറയുകയായിരുന്നു, നമ്മൾ പല പേരുകളും മറന്നുപോയിട്ടുണ്ട്. വിനായകൻ്റെ പേര് മറന്നുപോയി, ശ്രീജിത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ വിനായകൻ ശ്രീജിത്തും ഇന്നിപ്പോൾ കുന്നംകുളത്തെ സുജിത്ത്, പീച്ചിയിൽ ഔസേപ്പ്, കൊല്ലത്ത് സജീവ് പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിനാണ് പിടിച്ചു തള്ളിയത്. കോഴിക്കോട്ടെ മാമുക്കോയ, കോഴിക്കോട്ടെ വേറെയും 2 യുവാക്കൾ മുസ്തഫയും മുഫീറും. മൂവാറ്റുപുഴയിലെ അമൽ 2025 കേസാണ് കേട്ടോ. 2025 ഒരു കടയിൽ നിന്ന് ബാറ്ററി മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് അമലിന് കിടന്നിടത്തുനിന്ന് എണീക്കാൻ വയ്യ. മോഷണം പോയി എന്ന് പറഞ്ഞ് അവിടുന്ന് പരാതി ലഭിക്കുന്നു. അവിടെ കണ്ട ഒരു യുവാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നു, അടിച്ച് പഞ്ചറാക്കുന്നു. അയാളുടെ നട്ടലിലും ഗുരുതരമായ പരിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കടക്കാർ പറയുന്നു സാധനം മോഷണം പോയിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. എന്നിട്ട് പോലീസിനെതിരെ പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും ആ ആരോപണ വിധേയനായ പോലീസിനെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അമലും ഈ പറഞ്ഞ നിയമ പോരാട്ടമായി മുന്നോട്ട് പോവുകയാണ്. അത് 2025 കേസാണ്. ഇനി പത്തനംതിട്ടയിലെ ജയേഷിന്റെ കേസ് നമ്മൾ കണ്ടു. അത് SFI പ്രവർത്തകനാണ്. പന്നിയങ്കരയിലെ മുസ്തഫയും മുഫീറും പോലീസിന്റെ പിന്നെ ഇന്നലെ നമ്മൾ വായിച്ച മാമുക്കോയുടെ കഥ. ഇങ്ങനെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുമുണ്ട്. ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ ഈ സുജിത്ത് ഈ ദൃശ്യത്തിനു വേണ്ടി നിയമ നടപടി അല്ലെങ്കിൽ ദൃശ്യം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വിവരാവകാശ രേഖ പ്രകാരം ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ADGP ശ്രീജിത്ത് നൽകിയ സർക്കുലർ നമ്മളിപ്പോൾ വായിക്കുകയാണല്ലോ. ആ സർക്കുലർ എന്താണ്? നിങ്ങൾ ജാഗ്രത പാലിക്കണം. ആ ജാഗ്രത പാലിക്കൽ എന്താണ്? നിങ്ങൾ ഈ ക്യാമറ ഇല്ലാത്തടത്ത് പോയിട്ട് അടിച്ചാൽ മതി എന്നുള്ള ജാഗ്രതയാണോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ ഇനി ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്ന നടപടികളിലേക്ക് കടക്കരുത്, അതിലുള്ള മുൻകരുതൽ ഉണ്ടാകണം എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ നമ്മളതിന് വിശ്വാസത്തിലെടുത്തേനെ. പക്ഷേ ജാഗ്രത എന്ന് പറഞ്ഞ വേറെ അർത്ഥത്തിലാണ് വരുന്നത്. ഇത് ഇവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് അധികാരവും സ്വാധീനമില്ലാത്ത പാവങ്ങളെ എന്തും ചെയ്യാം, എവിടെ വിട്ടും ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ട മുസ്തഫയുടെയും മുഫീറിന്റെ ദൃശ്യം പുറത്തുള്ള ദൃശ്യമാണ്. പുറത്തു നിന്നും പോലീസ് ഉന്തി തള്ളി അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അകത്ത് അടിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. അതിന് പറയുന്ന മുടന്ന ന്യായവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി പരിപാടിക്ക് ആളെ കുറഞ്ഞതിന് ഇങ്ങനെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. പരിപാടിക്ക് ആളെ കുറയുന്നതിന് കാരണം ഇതെല്ലാം കൂടി ചേർന്നാകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്. ദിവസം 6 ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ജനം പ്രതികരിക്കും. അത് തെരഞ്ഞെടുപ്പിലായിരിക്കും. Meet the editors.